എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. കാരണം ഇത്രയേറെ ഒരു വലിയ വ്യക്തിത്വമായിട്ട്, പ്രത്യേകിച്ച് മലയാളത്തിലെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മനസ്സിലിഷ്ടപ്പെടുന്ന ഒരു മഹാനായ സിനിമാ പ്രവർത്തകനുമായി ഇരിക്കാനും കുറച്ച് അടുപ്പത്തിൽ ഇടപഴകാനും കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും ഒക്കെ കിട്ടുന്നത്, ഞാനങ്ങനെ ഈ മേഖലയിൽ അങ്ങനെ എത്തപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്, വളരെ സ്നേഹം, വളരെ നന്ദി. പ്രത്യേകിച്ച് അങ്ങയുടെ ഈ വളരെ ലാളിത്യപൂർണമായ ഒരു പെരുമാറ്റം, ഞാനൊരു തലപ്പൊക്കമുള്ള സിനിമാ സംവിധായകനാണ്, എഴുത്തുകാരനാണ് എന്ന് കാണിക്കാത്ത ഒരു വിനയം, അത് അങ്ങേ ഒരിക്കൽ പരിചയപ്പെടുന്ന ആളിന്, അങ്ങ് ഒരു ചിരി കൊടുക്കുന്ന ഒരാളിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അവരുടെ എല്ലാം മനസ്സിൽ അങ്ങയുടെ മുഖം പതിഞ്ഞിരിക്കും. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകം അങ്ങയെ അഭിനന്ദിക്കുന്നു. മറ്റ് കലാകാരന്മാർ, പേരും പ്രശസ്തിയുമൊക്കെയുള്ള ആളുകൾ അങ്ങയുടെ പാത പിന്തുടർന്നാൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് നിങ്ങളുമായിട്ടുള്ള അകലം കുറച്ച് കുറയും എന്നുള്ളതാണ്. എംഎൽഎയുടെ വാക്കുകൾക്കൊക്കെ വളരെ സന്തോഷം. ഒരാൾക്ക് ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത് സ്വയം ഒരുപാട് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ വളരെ സൗമ്യനൊന്നും അല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഈ അയ്യപ്പനൊക്കെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോലിയില്ല, അല്ലാതെ പൊതുവിൽ ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക, എനിക്ക് എന്തുകൊണ്ടോ പലപ്പോഴും എന്നെക്കുറിച്ച് വലിയ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ആടുജീവിതം എന്നൊരു സിനിമ ലോകം മുഴുവൻ കണ്ടു, കേട്ടു, സംസാരിക്കുന്നു ഒക്കെ. എങ്കിലും അടുത്തൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയിൽ, അതിൻ്റെ ഒരു വിമിഷ്ടത്തിലാണ് ഞാൻ. ഒരു ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു മാനസികമായ പ്രയാസമാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്കൊക്കെ പോകും. പിന്നെ എന്തുകൊണ്ടോ ഞാൻ പണ്ടും പറയാറുള്ളത്, ഈ സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെ എന്നാണ്. ഞാൻ ഒത്തിരി അങ്ങ് ആഹ്ലാദിക്കാറില്ല, സന്തോഷിക്കാറുണ്ട്, ആഹ്ലാദമാകത്തില്ല അതിന്. അല്ലെന്ന് ആനന്ദം ഈ വാക്കുകൾക്കൊക്കെ നമ്മൾ കുറച്ച് കൊടുത്തിട്ടിരിക്കുന്ന ചില തൂക്കങ്ങളുണ്ടല്ലോ, ഖനം എന്ന് വെച്ച് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാകും. കാരണം ആടുജീവിതത്തിൻ്റെ ഒരു വിജയത്തിനെക്കുറിച്ച് ഞാൻ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ ഇത്രയധികം അറിയുന്നത്. കാരണം ഈ സിനിമ പ്രദർശന വിജയം ഉണ്ടായിട്ട് ഞാൻ ഒരു തിങ്ങിക്ക് നിറഞ്ഞ ഷോയുടെ മുന്നിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ, ഈ സിനിമ 65ാമത്തെ ദിവസം ഒരു 10-60 പേരുടെ കൂടിയിരുന്ന് മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതിൽ കുറച്ച് പേർക്ക് എന്നെ മനസ്സിലായി. അങ്ങനെ അപ്പം പൊതുവെ ജീവിതത്തിനോടുള്ള ഇതൊരു നമ്മളെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രം നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നില്ല. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത് ഒരു ചിന്തകളാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ, എൻ്റെ ചിന്തകളോടൊപ്പം പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുക, അവരുടെ വൈകാരികമായി അതിലേക്ക് ഇടപെടുത്തുക എന്നൊക്കെ പറയുന്നത്, അതൊരു ഉള്ളിലെ ഒരു എവിടെയോ നമുക്കറിയാത്ത ചില ആത്മീയതകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ശൂന്യമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതായിരിക്കാം, അങ്ങനെ ഒരു ഇതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പം ഈ പറഞ്ഞ ഒരു ഫിലിം മേക്കറാണെന്നോ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡുകൾ കുറേ കിട്ടിയെന്നോ അതൊന്നും നമുക്കൊരു അങ്ങനെ ഒരു ഞാൻ കാഴ്ച സിനിമ യുടെ സക്സസ്സിന് ശേഷം ഓരോ പ്രശസ്തിയും നമുക്കൊരു തലക്കടിക്കുന്ന ഒരു ആണി പോലെയാണ്. കാരണം
നമുക്ക് വിനയം എന്ന് പറയുന്നതാണ് ഒരാൾക്ക് മറ്റൊരാളോട് കൊടുക്കാവുന്നത്. കാരണം നമ്മളെങ്ങനെയാണ് സ്വയം വിനയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. മറ്റൊരാളെ ബഹുമാനിക്കുന്നതാണ് ആ വിനയമാകുന്നത്. നമ്മളെക്കാൾ മുകളിലാണ്. ഇപ്പം താങ്കളെ ഞാൻ അങ്ങനെ കാണുകയും താങ്കളുടെ ഗുണങ്ങളെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്, ഞാനും അതുപോലെ. നമ്മൾ തമ്മിൽ മുൻ പരിചയമില്ലെങ്കിൽ പോലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഏറെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ എങ്കിൽ വളരെ അടുത്തറിയുമ്പം പോലെ തന്നെ ഒരു കലാകാരൻ എന്നുള്ള രീതി, പ്രത്യേകിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നാടകം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനുമൊക്കെ ചെറിയ പ്രായത്തിൽ നാടകം കൊണ്ട് വളർന്ന ഒരാളാണ്. ഒരു പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ ഏകാംഗത. എനിക്കിപ്പോഴും നാടകത്തിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹം അങ്ങയുടെ മനസ്സിലിങ്ങനെ തുളുമ്പുന്നു ആയിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് പലപ്പോഴും നാടകം അഭിനയിക്കണം, നാടകം ചെയ്യണമെന്നൊക്കെ ഞാൻ വളരെ അപൂർവമായ ചില ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാനും ലാലേട്ടനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു നാടകം ചെയ്യണം, എന്നിട്ട് അതിനൊരു വേൾഡ് ടൂറൊക്കെ പോകണമെന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കും ഒക്കെ ഇടയിലൊന്നും അതൊന്നും, അല്ലെങ്കിൽ അതിനായിട്ട് ഞാൻ അദ്ദേഹത്തിനെ നിർബന്ധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരുപാട് ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ഒരു ജനകീയ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്തരമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. കാരണം ഇതൊരു കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഫോമിനും ഇതിൻ്റെ അവതരണത്തിനുമൊക്കെ സാധാരണക്കാരുടെ അവരോടാണ് സംസാരിക്കുന്നത്. അത് സാധാരണക്കാരോട് അകലെ നിന്നല്ല, വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഈ കലാരൂപത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അപ്പം ഇത്തരത്തിലൊരു കൂട്ടായ്മകൾ സൃഷ്ടിക്കുക, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം വിഭാഗീയതകളുടെ വലിയ വിഷയമുണ്ട്. അപ്പം ഒരു സിനിമ കാണുന്നതിൻ്റെ അകത്ത് പോലും ഇപ്പം വിഭാഗീയത വന്നിരിക്കുക. ഏറ്റവും അടുത്ത സിനിമ കാണുന്നത് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. അവിടെ ഒരു ഭയങ്കര വേദനിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ. അത് അങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളും സംഭവങ്ങളും ആശങ്കപ്പെടുത്താറുണ്ടോ? ഇതെങ്ങോട്ടുള്ള പോക്കാണ്? തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വി ആർ സുധീഷുമായിട്ട് സംസാരിച്ച ഞാൻ ഒരു വിഭിന്ന വാദത്തിൽപ്പെട്ട ഒരു 10 പേരെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, പ്രത്യേകിച്ച് മുഖ്യമായ 3 മതത്തിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് ഇവരെ ടെസ്റ്റ് ചെയ്യിക്കണം. നിൻ്റെ ഓപ്പോസിറ്റീവ് ആണെങ്കിൽ ഞാനും ഓപ്പോസിറ്റീവാണ്, പക്ഷെ നമ്മൾ 2 മതമാണ്. നിൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം സെയിമാണ്. നിൻ്റെ തലച്ചോറും എൻ്റെ തലച്ചോറും ജനിച്ചപ്പോൾ ഇതായിരുന്നില്ല. ഈ തലച്ചോറിൽ കയറ്റി വയ്ക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ ഒരു രാജ്യം പുരോഗമനം? ഹിന്ദുവിൻ്റെ വിപരീത മതമാണ് മുസ്ലിം, മുസ്ലിമിൻ്റെ വിപരീത മതമാണ് ക്രിസ്ത്യൻ. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം വന്നിരിക്കുകയാണ്. ഇപ്പം അങ്ങയുടെ വാക്കുകൾ നമ്മൾ ആരംഭിച്ചത്, അങ്ങയുടെ ഞാൻ ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞത് ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് കേൾക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങയെപ്പോലെ വളരെ അപൂർവമായിട്ട് ഉള്ള ആളുകൾ രാഷ്ട്രീയത്തിലുമുണ്ട്. ഞാൻ എന്ത് പ്രശസ്തി ഉണ്ടെങ്കിലും, എന്ത് പുകഴ്ത്തലുണ്ടെങ്കിലും, എന്ത് വാഴ്ത്തപ്പാടുകളുണ്ടായാലും അങ്ങിങ്ങനെ ഒരു അകലം, ഇതിനോടൊരു ഭയത്തോടു കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സ്നേഹവും ബഹുമാനത്തോടു കൂടിയിട്ടുള്ള ഒരകലം പാലിക്കുന്ന ആളാണ് അങ്ങെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അങ്ങേക്കുള്ള ഒരാശങ്ക, അങ്ങ് ചെയ്തു വെച്ച കുറേ സൃഷ്ടികളുണ്ട്. അത് ആർക്കും അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അങ്ങനെ മായ്ച്ചു കളയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങയുടെ ഒരു മാനസിക വിഷമം, എനിക്കിനി അടുത്തത് ഇതിൽ മെച്ചപ്പെട്ടത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അങ്ങ് പലപ്പോഴും കടന്നു പോകുന്നത്. ഇപ്പോൾ തന്മാത്ര ചെയ്തപ്പോൾ, കാഴ്ച ചെയ്തപ്പോൾ, ഭ്രമരം ചെയ്തപ്പോൾ, അവസാനം ആടുജീവിതം ചെയ്തപ്പോഴും ഇപ്പോഴും അങ്ങയുടെ മനസ്സിൽ ആ ആശങ്കയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങയുടെ സിനിമയുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും നമ്മളത് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ നിന്നും അത് പോയാൽ അതുകൊണ്ട് യാതൊരുവിധ അർത്ഥവുമില്ല. പക്ഷേ അങ്ങ് വളരെ എണ്ണം പറഞ്ഞ സിനിമകൾ മാത്രമാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. അങ്ങേക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടി ഒരുപാട് ചെയ്യാം. പക്ഷേ അങ്ങയുടെ സിനിമ മലയാളികൾ, പ്രേക്ഷകൻ കണ്ടാൽ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ മായ്ച്ച് കളയാൻ പറ്റാത്ത തരത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മറവിയുടെ ഒരു കാലഘട്ടമാണ്, വളരെ വേഗത കൂടിയ കാലഘട്ടമാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിലും അത്രയേറെ പ്രേക്ഷകർ കണ്ണ് നിറഞ്ഞുകൊണ്ട് അങ്ങയുടെ സിനിമകൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അത് അങ്ങേക്ക് മാത്രം ലഭിച്ചിരിക്കുന്നു, അങ്ങയെപ്പോലെ ഒരാൾ അങ്ങ് മാത്രമാണ് എന്ന് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ, കലയെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന് പറയാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊക്കെ ദുർബലരാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ഈ സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും ഞാനും വല്ലാതെ ദുർബലപ്പെടുന്ന മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരുടെ ജീവിതം അവർ ചിലപ്പോൾ ചില അസാധാരണപ്പെട്ട ഇടങ്ങളിൽ, ഏടാകൂടങ്ങളെന്നോ അല്ലെങ്കിൽ നൊമ്പരങ്ങളെന്നോ വിഷമങ്ങളെന്നോ ഒക്കെ പറയാം, അങ്ങനെ വരുന്ന മുഹൂർത്തങ്ങളാണ് അങ്ങയുടെ ഒരു എടുത്തു പറയത്തക്ക ഒരിതായിട്ട് സാധാരണ സിനിമയിൽ വരുന്നത്. അതൊരു എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് മറ്റ് ഒരു വിഷയം അങ്ങ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. പണ്ട് അങ്ങനെയില്ലായിരുന്നു. ഇപ്പം MDയുടെ നിർമാല്യം സിനിമ ചെയ്യുന്ന സമയത്ത് ആ ഭഗവതി വിഗ്രഹത്തിന് മുമ്പിലേക്ക് കാർക്കിച്ചു തുപ്പുന്ന. അല്ല, ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുണ്ടോ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഭയമാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന സിനിമകളൊക്കെ സെൻസർ ചെയ്യപ്പെട്ടതാണ്. അതെ, ഇത് മറ്റെന്തോ ഒരു ഭയം. അതെ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയമില്ലാതെ അതിന് മറുപടി പറയാൻ കഴിയണം. അതെ. കാരണം എനിക്ക് മുകളിലൊരു വാള് തൂങ്ങുന്നു എന്നുള്ള ഓർമ്മയിൽ അല്ല ഞാൻ സംസാരിക്കേണ്ടത്. എൻ്റെ സത്വത്തിന് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് പറയാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു നിങ്ങൾക്കെതിരെ, ഒരു പ്രസ്ഥാനത്തിനെതിരെ കൃത്യമായ ഡോക്യുമെൻ്റ് ചെയ്യുന്ന തരത്തിൽ അല്ല കല ഒരിക്കലും ഡോക്യുമെൻ്റ് ചെയ്യുകയല്ല. അത് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പം ആ ഒരു സ്വാതന്ത്ര്യത്തോടു തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമല്ലാതെ, അതിന് പറയാൻ അർഹതയില്ലാത്ത ആൾക്കാർ ഇത് കൈകാര്യം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് മതങ്ങളെയും അത് വൈകാരികമായൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ വളരെ ജെന്യുവനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അതല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ പോലും കൂടുതൽ മോശം അവസ്ഥകൾ സൃഷ്ടിക്കുക. അങ്ങനെ ഒരു നിഴൽ പോലെ ഒരു. അതായത് ഇത് സംസാരിക്കും, ഇത് ഒരു ഭയം. നമുക്ക് ആരെങ്കിലും ഭയമുണ്ടോ? അത് ശരിയാണ്. അതെ, നമുക്ക് ആരെയാ ഭയം? അതെ, നമ്മുടെ ഭരണഘടനയാണോ ഭയം? ഭരണകർത്താക്കളെയാണോ ഭയം? അതോ എനിക്ക് മുകളിൽ വേറെ ആരെയും, എൻ്റെ മതത്തിനെയാണോ ഭയം? എൻ്റെ ബിഷപ്പുമാരെയാണോ ഭയം? ആരെയാണ് ഭയം? ജനങ്ങളെയാണോ ഭയം? ജനങ്ങളെ ഭയക്കുന്നത് പോലും എന്തിനാ? എൻ്റെ പ്രേക്ഷകരെയാണോ ഭയം? ഞാൻ കൊടുക്കുന്നത് അവർക്കൊരു തെറ്റല്ല. നിങ്ങൾ നയിക്കുന്ന നിങ്ങളുടെ ഒരു അസംബ്ലിയിൽ നിങ്ങൾക്ക് ഭയം വേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവരുടെ ആവശ്യങ്ങളോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ഭയം? ഈ ഭയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ നാളെ ഉയർത്തെഴുന്നേൽപ്പാണ്, ക്രിസ്തു മരിക്കില്ലായിരുന്നു. അതെ. ക്രിസ്തുവിന് ഭയമില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരാളായി മാറുന്നത്. ക്രിസ്തു തൻ്റെ പേരിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ല. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഈ രണ്ട് വാക്കുകളുടെ ഉത്തരത്തിൽ അല്ലെന്നോ ആണെന്നോ പറഞ്ഞാൽ മതി. അല്ല എന്ന് പറഞ്ഞാലും ഓക്കെയാണ്, അല്ല എന്നുള്ളതായിരിക്കും അവർ രക്ഷപ്പെടാനുള്ള ആദ്യത്തെ പഴുത്. ഇത് പറയാതെ ഒരു മൗനം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്, ഇതിനെ അക്സെപ്റ്റ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കണം. മരണത്തിനെയാണ് ഭയം. ഇപ്പം ഞങ്ങൾ ഈ പള്ളിയിൽ പറയും മരണത്തേനെ ജയിച്ചവൻ എന്ന് പറയും. എങ്ങനെ? നമുക്ക് അവസാനമായി സംഭവിക്കുന്ന എന്താ? മരണം. അതല്ലേ ആ ഭയമല്ല നമുക്ക്.
നമുക്ക് അനാവശ്യമായ മതത്തിൻ്റെ ഭയം, രാഷ്ട്രീയത്തിൻ്റെ ഭയം, പിന്നെ നമ്മൾ ചേർത്ത് വെക്കുന്ന ചിലപ്പം അനിയന്ത്രിതമായിട്ടുള്ള ചില പണമായിരിക്കാം, ഇതിൻ്റെയൊക്കെ ഭയം. അല്ലാതെ എനിക്ക് എൻ്റെ സിനിമ ഇറക്കിയിട്ട് ഞാനെന്തിനാ ഭയക്കുന്നത്? അല്ല എനിക്ക് കിട്ടുന്ന അവാർഡുകളെക്കുറിച്ച് ഞാൻ ഭയക്കുന്നത്? അല്ല എനിക്ക് അവാർഡുകൾ ഞാനത് പറഞ്ഞാൽ എനിക്ക് കിട്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശസ്തി അല്ല വലിയ വിഷയമെങ്കിൽ എനിക്കെന്താ പ്രശ്നം? എൻ്റെ സിനിമ ലോകം മുഴുവൻ കണ്ടു. 77 ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടി. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അങ്ങനെ ഓടിയിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് ഏതെങ്കിലും അവാർഡുകൾ നിഷേധിച്ചാൽ, ഞാൻ സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ചില കിട്ടുന്ന അവാർഡുകളൊക്കെ, ഇതിങ്ങനൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഭയപ്പെടേണ്ടത് എന്താ? എന്നെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ഞാനൊരു പരാജിതനായി നിൽക്കുന്നത് അവർ കാണാനിടയാവരും അടുത്ത സിനിമയിലൂടെ. അതാണ് ഞാൻ ഭയക്കേണ്ടിയേ. അല്ലാതെ ഞാനെന്തിനാ ഭയക്കേണ്ടിയേ? അത് എല്ലാ രംഗത്തും അങ്ങനെയാണ്. ഇപ്പം താങ്കൾ അടുത്ത ഇലക്ഷനെ ഭയക്കുന്നോ എന്നുള്ള ഞാൻ ചോദിക്കുന്നു. താങ്കൾ ഭയക്കുന്നോ? ഇല്ല, ഭയക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥി, പഠിക്കാതെ പോയി പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥിയും തമ്മിലുള്ളതാണ്. അപ്പം അങ്ങയുടെ മേഖലയെ പോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ദൈനംദിനം ജനങ്ങളുമായി അത്രയും ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും പഠിക്കേണ്ട വിഷയം അന്ന് തന്നെ പഠിച്ച് പോകുന്നത് കൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയമില്ല. ഇത് സാധാരണ ജനങ്ങൾക്കുണ്ടാകണം. ഇത് നിരത്തിലൊരു ഓട്ടോറിക്ഷയുമായിട്ട് ഇറങ്ങുന്നവന് രാവിലെ പോക്കറ്റിലൊന്നുമില്ല, വൈകിട്ട് ചെല്ലുമ്പോൾ ഒരു 750 രൂപയെങ്കിലും ഉണ്ടാവണം എന്ന് ഭയന്നിട്ടാണ് അവൻ രാവിലെ വണ്ടി ഓടിക്കുന്നത്. അവൻ്റെ തൊഴിൽ അവനറിയാം, അവൻ ഏത് റൂട്ടിൽ പോയാൽ ഓട്ടം കിട്ടുമെന്നറിയാം. ഇത് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് നമ്മുടെ സമൂഹത്തിൽ വളരണം എന്നുള്ളതാണ്. അത് ഇല്ലാത്ത കാരണം എന്താ? ഇവൻ തൊഴിൽ ചെയ്യാതെ ഇവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നില്ല, ഓട്ടോറിക്ഷ ഒരിടത്ത് ഇട്ട് ചാരി നിൽക്കുന്നുള്ളൂ. ഇവൻ ഞാനിക്ക് എവിടുന്നെങ്കിലും കുറച്ച് പൈസ എൻ്റെ അടുത്ത് വൈകിട്ടത്തിനുള്ളിൽ വരണം. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും വെയിലൊക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങാത്തതായിരിക്കും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തിനെ പറ്റിച്ചോ കളിപ്പിച്ചോ അല്ലെങ്കിൽ വഴി പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇതെടുത്തിട്ടായിരിക്കും ഇവന് കാശ് ഉണ്ടാക്കണ്ടേ. പക്ഷേ നേരെ ഇരുട്ടി തുടങ്ങുമ്പം അല്ല ഉച്ച കഴിയുമ്പം ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവന് ഭയം തുടങ്ങും. ഇന്ന് പൈസ കിട്ടിയില്ലല്ലോ, ഇനിയും വൈകിട്ട് വീട്ടിലേക്കുള്ള. ഇതാണ് ഭയത്തിൻ്റെ അടിസ്ഥാനം എന്നെനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരു മനുഷ്യനുള്ള രീതിയിൽ പക്ഷേ ഈ സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഭയപ്പെടാത്ത ആരാ ഉള്ളത്? അപ്പോൾ അങ്ങ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച പോലും സമൂഹത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് അങ്ങയുടെ ഒരിക്കലുമല്ല. കാരണം ഇപ്പം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആടുജീവിതം എന്ന സിനിമ ആദ്യത്തെ ട്രിവാൻഡ്രം സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ അവിടെ A സർട്ടിഫിക്കറ്റാണ് ഇതിന് തരുന്നത്. അപ്പം സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബോർഡ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ചേർന്ന് സെൻസർ ഓഫീസർ നമ്മളുടെ അടുത്ത് പറയും, ഇന്ന കാരണത്താൽ നിങ്ങൾക്ക് ഇന്ന സർട്ടിഫിക്കറ്റാണ് കിട്ടി എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ വളരെ ശുഭിതനായി ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. എന്തുകൊണ്ട്? അതായത് ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ പൂർണ്ണ നഗ്നത കാണിക്കുകയാണെങ്കിൽ അതിന് A സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നൊരു റൂളാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതും പ്രകാരം അദ്ദേഹത്തിന് A സർട്ടിഫിക്കറ്റ് തരാനേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഡെപ്യൂട്ടേഷൻ ആയുള്ളൊരു ശരിക്കും സെൻസർ ഓഫീസർ അല്ല, ഡെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനതിനെ ഒരുപാട് തർക്കിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ അമ്മ ഇരുന്ന് കുളിപ്പിക്കുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ന്യൂഡിറ്റി അല്ലേ? നിങ്ങൾ A സർട്ടിഫിക്കറ്റാണോ കൊടുക്കുക എന്ന് ചോദിച്ചു. ഭയങ്കരമായി അവിടെ ഇരുന്നവരോടെല്ലാം വഴക്കുണ്ടാക്കി. അപ്പം എൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം സഫർ ചെയ്തിട്ട് ഈ സിനിമ കൊണ്ടുവരുന്നത്. അപ്പോൾ അതറിയാതെ നിങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ അവിടെ വളരെ ഒരു പടി കൂടെ കടന്ന്, ചിലപ്പോൾ എന്നോടുള്ള ബഹുമാനം കൊണ്ട് അവരൊന്നും പറയാതിരുന്ന ഞാൻ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കൂട്ടത്തിൽ കുറേ ആൾക്കാർ എന്നെ ഫോണിൽ വിളിച്ചു. ഒരു സ്ത്രീ എന്നെ ചേസ് ചെയ്ത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മെമ്പറിലൊരാൾ അല്ല, ഞാൻ അതാ പറയുന്നത്, ഒരു നന്മയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും എല്ലാം മോശമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി.
ഞാൻ ഇത് സെൻട്രൽ ബോർഡിലേക്ക് അയച്ചു. അവിടെ കുറച്ച് മലയാളികളും കുറേ അധികം ആൾക്കാരും, കൂടുതൽ ആൾക്കാർ, ഇവിടെ കണ്ടതിൻ്റെ എത്ര ഇരട്ടി ആൾക്കാർ ചേർന്ന് അവർ സിനിമ കണ്ടു. അവർ റിവൈസിങ് കമ്മിറ്റി പറഞ്ഞു US. അപ്പം ഞാൻ പറഞ്ഞു 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ യു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഉണ്ട്. അപ്പം പിന്നെ യു സർട്ടിഫിക്കറ്റ് ഉണ്ട്. യു സർട്ടിഫിക്കറ്റ് സാധാരണ കിട്ടാറുള്ള. അതെ. അപ്പം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കാനുള്ള പുസ്തകം ആടുജീവിതം, അത് സിനിമ ആയാലും അവർ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യമുണ്ട്. അപ്പം അവിടെ അവർ പറഞ്ഞു UA, അതായത് പ്രായപൂർത്തിയായ ഒരാളോടൊപ്പം ഈ കുട്ടിക്ക് സിനിമ കാണാം എന്നുള്ളത്.